ഹലോ ഗൈസ്, മാരുതി സുസുക്കിയുടെ ഓൾ ഇന്ത്യ സ്കിൽ കോമ്പറ്റീഷൻ്റെ നാഷണൽ റൗണ്ട് മത്സരിക്കാനായിട്ട് ഞാൻ ഡൽഹിയിൽ പോവുകയായിരുന്നു. കൊച്ചിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. അങ്ങനെ ഹോട്ടൽ റൂമിൽ നിന്ന് ഊബർ പിടിച്ച് ഞാൻ കൊച്ചി എയർപോർട്ടിൽ എത്തിയായിരുന്നു. അങ്ങനെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ഞാൻ അകത്തോട്ട് കയറിയായിരുന്നു. പക്ഷേ 3 ദിവസം അവിടെ ഉണ്ടാകും ഡൽഹിയിൽ. ചെക്ക് ഇനെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രയർ റൂമിലോട്ട് കയറി. യൂസഫ് അലി സാറാണ് ഈ ഒരു പ്രയർ ഹാൾ ഫർണിഷ് ചെയ്തിരിക്കുന്നത്. അതിൽ ബോർഡ് ഉണ്ടായിരുന്നു. സ്ക്രീനകത്ത് കയറിയപ്പോഴാണ് ഞാൻ ഏറ്റവും പുറകിലായിട്ട് ഒരു ഗ്ലാസ് കണ്ടത്. ആരോ മറന്നു വെച്ച റൈബാൻ്റെ ഐവെയറായിരുന്നു. ആരോ കണ്ടപ്പോൾ അവിടെ മാറ്റി വെച്ചിട്ട് പോയതാണ്. ഞാൻ അതുപോലെ തന്നെ തിരികെ വെച്ചിട്ട് ഞാൻ ഇറങ്ങി. നീ വീഡിയോ ഉണ്ടെങ്കിൽ ഉടമസ്ഥന് കിട്ടട്ടെ. പിന്നെ എൻ്റെ അടുത്ത ലക്ഷ്യം ഇതാണ് ലോഞ്ച്. എൻ്റെ കയ്യിലുള്ള എല്ലാ ക്രെഡിറ്റ് കാർഡും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഏതിലാണ് ആക്സസ് ഉള്ളത് അറിയത്തില്ലായിരുന്നു. പക്ഷേ എവിടെയും ആക്സസ് ചെയ്തത് ഫെഡറൽ ബാങ്കിൻ്റെ കാർഡായിരുന്നു. അവിടെ നിന്ന് ആവശ്യത്തിന് ഫുഡ് എടുത്ത് ഞാൻ കഴിച്ചു. റൈസ്, ചപ്പാത്തി, നാൻ, ചിക്കൻ കറി, പിന്നെ കുറച്ച് വെജ് കറി ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുഡിങ്സ്, ഫ്രൂട്ട്സ്, കോഫി, ടീ ഇതൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടില്ലേ. ശകലം ഫുഡ് എടുത്ത് ആ ഒരു എയർപോർട്ടിലെ ഒരു ഔട്ടർ വ്യൂവും റൺവേയും ഫ്ലൈറ്റ് ടേക്ക് ഓഫും ഒക്കെ കണ്ടിരുന്ന് കഴിക്കുന്നത് നല്ല ഫീലായിരുന്നു. ഞാൻ ഫെബ്രുവരിയിലാണ് പോയത്. നല്ല ചൂട് സമയമായിരുന്നു. അവിടെ കുറച്ച് സമയം മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത് നിന്നപ്പോൾ സമയമായി. നേരെ എയറോ ബ്രിഡ്ജ് കയറി ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ് ഞാൻ പോകുന്നത്. അപ്പുറത്ത് ഇൻഡിഗോയുടെ വേറെ ഫ്ലൈറ്റൊക്കെ കിടക്കുന്നു. നമുക്കടുത്തിനി എയർ ഇന്ത്യയിൽ എന്തൊക്കെ ഫുഡ് ഉണ്ടെന്ന് നോക്കാം. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി റൺവേയിലൂടെ പോവുകയാണ്. കൊച്ചിയുടെ മണ്ണിൽ നിന്നും ഫ്ലൈറ്റ് പൊങ്ങി പോവുകയാണ്. താഴെ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഫുള്ളായിട്ട് കാണാം. കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ എയർ ഹോസ്റ്റസ് ഫുഡുമായിട്ടെത്തി. ഇതിൽ 5 ബോക്സാണ്. തുറന്ന് നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. ആദ്യം ഞാൻ എടുത്തത് ബണ്ണും പിന്നെ ബട്ടറും ബൺ മസ്കായിട്ട് കഴിക്കാൻ വേണ്ടിയാണ്. ഞാൻ വെജാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിൽ റൈസ്, പനീർ, പിന്നെ സബ്ജി കറി, കർഡ്, ഒരു പുഡിങ് ഇത്രയും ഉണ്ടായിരുന്നു. ശേഷം മൂവി കണ്ടുവന്നപ്പം ഡൽഹി എത്തിയായിരുന്നു. ഡൽഹി എയർപോർട്ട് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത ഡൽഹിയിലെ വിശേഷങ്ങളായിട്ട് ഞാൻ ഈ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.